നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാനിരിക്കെ മണ്ഡലം കൺവെൻഷനുകളുമായി സജീവ സാന്നിധ്യമായി മുസ്ലിം ലീഗ്. നിലമ്പൂരിൽ നടന്ന രാഷ്ട്രീയ ജാഗ്രതാ സദസ്സിൽ PV അൻവറും പങ്കെടുത്തു. ഈ സർക്കാരിന്റെ പതനത്തിന് തുടക്കമാകും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പെന്ന് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞു. UDF സ്ഥാനാർത്ഥി ആരാകണമെന്ന ചർച്ച കോൺഗ്രസിന് വിട്ട് മണ്ഡലത്തിൽ തിരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾക്ക് ആക്കം കൂട്ടുകയാണ് മുസ്ലിം ലീഗ്. നിലമ്പൂർ നിയോജക മണ്ഡലത്തിൽ രണ്ടാമത്തെ കൺവെൻഷനും സംഘടിപ്പിച്ചു. സ്ഥാനാർത്ഥി പട്ടികയിലെ ആദ്യ പേരുകാരായ ആര്യാടൻ ഷൗക്കത്തും VS ജോയിയും ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു. PV അൻവറിന്റെ സാന്നിധ്യം ശ്രദ്ധേയമായി. അൻവറിന്റെ മുന്നണി പ്രവേശന ചർച്ചകൾ സജീവമായിരിക്കെയാണ് വീണ്ടും ലീഗ് വേദിയിൽ എത്തിയത്. UDF ഒറ്റക്കെട്ടാണെന്നും അതിലാരും മനപ്പായസം ഉണ്ണേണ്ടെന്നും സാദിഖ് അലി ശിഹാബ് തങ്ങൾ. മലപ്പുറത്ത് ഐക്യമുന്നണി അഭിപ്രായ വ്യത്യാസത്തിലാണെന്ന്, പക്ഷേ അങ്ങനെ ആരും മനപ്പായസം ഉണ്ണേണ്ടതില്ല. ഐക്യ ജനാധിപത്യ മുന്നണി വളരെ ശക്തമായിട്ട് തന്നെ നിലമ്പൂർ തെരഞ്ഞെടുപ്പിലും ഇനി വരാനിരിക്കുന്ന ലോക്സഭ, നിയമസഭ, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളിലും ഐക്യ ജനാധിപത്യ മുന്നണി ആ ഐക്യം പ്രകടിപ്പിച്ചുകൊണ്ട് തന്നെ വിജയത്തിലേക്ക് എത്തും. തിരഞ്ഞെടുപ്പിന് മുസ്ലിം ലീഗ് ഒരുങ്ങിക്കഴിഞ്ഞുവെന്ന് PK കുഞ്ഞാലിക്കുട്ടി. കമ്മീഷൻ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിട്ടില്ല, പക്ഷേ നിലമ്പൂരിലെ കാര്യം എഴുതാം. ഇവിടെ വമ്പൻ ഭൂരിപക്ഷത്തോടുകൂടി ഐക്യ ജനാധിപത്യ മുന്നണി ജയിക്കും. വീണ്ടും ഒരു ഉപതെരഞ്ഞെടുപ്പിൽ എത്തിച്ചതിന് ക്ഷമ ചോദിക്കുന്നുവെന്ന് പറഞ്ഞ PV അൻവർ പിണറായി വിജയനും ജനങ്ങളും തമ്മിലുള്ള പോരാട്ടമാണ് ഇത്തവണയെന്ന് കൂട്ടിച്ചേർത്തു. ഇവിടെ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് UDFും LDFും തമ്മിലാണ് എന്ന് ആരും കരുതണ്ട. ഈ തെരഞ്ഞെടുപ്പ് പിണറായിയും കേരളത്തിലെ ജനങ്ങളും തമ്മിലുള്ള ഏറ്റുമുട്ടലാണ്. കേരളത്തിലെ ജനങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടലാണ്. അതിൽ എല്ലാ ജാതി മതസ്ഥരുമുണ്ട്. സ്ഥാനാർത്ഥി പട്ടിക 2 ദിവസത്തിനകം KPCC ഹൈക്കമാൻഡിന് സമർപ്പിക്കും. അതേസമയം സ്വതന്ത്ര സ്ഥാനാർത്ഥിയെയാണ് LDF പരിഗണിക്കുന്നത്. 24 മലപ്പുറം.